നമസ്കാരം. ഞാൻ ഡോക്ടർ റിയാസ്, ഡോക്ടർ അമൽ, ഡോക്ടർ ജയേഷ്. ഇന്ന് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മളെല്ലാവരും വീട്ടിൽ പ്രായമുള്ള മാതാപിതാക്കളുണ്ടാവാം. നാം തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പ്രായമാകും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഹെൽത്തി ഏജിങ് പ്ലാൻ ചെയ്യാമെന്നും ഈ പ്രായമുള്ള ആളുകളെ വീട്ടിൽ എങ്ങനെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ശരിയാണ് സർ. നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ലൈഫ് എക്സ്പെൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയുടെ ലൈഫ് എക്സ്പെൻസി ഏകദേശം 70 ആണെങ്കിൽ കേരളത്തിൽ അത് 77. അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്പിൽ വരുന്ന ഭൂരിഭാഗം പേരിലും ഒരു പോർഷൻ ഓഫ് ആളുകൾ പ്രായമുള്ള ആളുകളാണ്. അപ്പൊ ഇത്തരം ആളുകളെ വീട്ടിൽ എങ്ങനെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെ അവരെ പരിചരിക്കാം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതെ, ഡോക്ടർ പറഞ്ഞ പോലെ മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ, പലതരത്തിലുള്ള മാറാരോഗങ്ങളൊക്കെ പിടിപെട്ട് ആളുകൾ നേരത്തെ ഒരു മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രായം കൂടിയിട്ടുണ്ട്, പക്ഷെ പല ആളുകൾക്കും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. നമ്മുടെ ഒപ്പിൽ വരുന്ന പല പ്രായം ചെന്ന ആളുകൾക്കും പലതരത്തിലുള്ള വേദനകൾ അനുഭവപ്പെട്ടിട്ടാണ് അവർ വരുന്നത്. പല ആളുകൾക്കും നടക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ് വരുന്നത്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും, മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതിൽ പ്രധാനമായിട്ടും പ്രായമുള്ള ആളുകളുടെ ഒരു റെഗുലറായിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് വളരെ അത്യാവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അത്തരത്തിലുള്ള അസുഖങ്ങൾ. പിന്നെ പലപ്പോഴും പല ആളുകളും ക്ഷീണം ബാധിച്ച് അത്ര കാര്യമായിട്ട് കുടുംബക്കാർ ശ്രദ്ധ അതിൽ ചെലുത്താതെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഒരു സോഡിയം കുറേ അങ്ങനത്തെ വിഷയങ്ങളായിരിക്കും, ചെറിയ കാര്യങ്ങളായിരിക്കാം. അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വീഴ്ചകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വീട്ടുകാരുടെ ശ്രദ്ധയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ യൂഷ്വലി നമ്മുടെ ഇപ്പോഴത്തെ സമകാലിക കേരളത്തിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മൈഗ്രേഷൻ റേറ്റ്സ് എല്ലാം വളരെ കൂടിയിട്ടുണ്ട്. അപ്പം പുതുതലമുറയെല്ലാം പുറത്തേക്ക് പോകുന്നു, അവിടെ പോയി സെറ്റിൽ ആകുന്നു. അതൊരു ഒരു 10-15 ഇയേഴ്സിൽ നമുക്ക് അതിന് പ്രകടമായ മാറ്റങ്ങൾ കാണാവുന്നതാണ്. അപ്പം ഇനി ഭാവിയിൽ നോക്കുന്ന സമയത്ത് വീട്ടിൽ ഒരു പ്രായമായ ജീനിയാട്രിക് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം ഒതുങ്ങിക്കൂടുന്നൊരു വീടായിട്ട് മാറും. അപ്പൊ അവർക്ക് കെയർ കിട്ടേണ്ടത് ഒന്നാമത് അവരുടെ തന്നെ ചുമതലയും പിന്നെ കെയർ ടേക്കർ ആയിട്ടുള്ള ആളുകളുടെയും ചുമതലയായിട്ട് വരും. കുറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ പ്രായമാകുമ്പോൾ അവരുടെ കാഴ്ചശക്തിക്ക് പ്രശ്നമാകാം, അതേപോലെ തന്നെ കേൾവി കുറവ്, നമ്മൾ പറയുന്നത് എന്താണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല, തിരിച്ച് പ്രതികരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ വാർദ്ധക്യമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് ശാരീരികമായിട്ടും അനുഭവപ്പെടാം. മാനസികമായിട്ട് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മാനസികമായിട്ടുള്ളൊരു അത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഏതൊരു കെയർ ടേക്കർ അവർക്ക് അവരെ കെയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, പക്ഷെ അവർക്ക് ഒരു സ്വന്തം മക്കള് ചെയ്യുന്നതിന്റെ ആ ഒരു തലത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഡിപ്രഷൻ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും കേരളത്തില് ഡിപ്രഷൻ റേറ്റ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട്, പെട്ടെന്നുള്ള ദേഷ്യം, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ. ഇത് കൂടാതെ വിസർജനത്തിനും, അതായത് അറിയാതെ കൺട്രോൾ നഷ്ടപ്പെടുക. പിന്നെ ഇതിലൊക്കെ പ്രധാനപ്പെട്ടത് അവർ വീഴ്ചയാണ്. കാരണം വീഴ്ചകൾ അവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അവർ പെട്ടെന്ന് വീഴുകയും വീഴ്ച ഭാഗമായിട്ട് അവർക്ക് എല്ലുകൾക്ക് പരിക്ക് അല്ലെങ്കിൽ മറ്റു അവയവങ്ങൾക്കൊക്കെ അത് പരിക്കുകൾ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു വീട്ടില് നമുക്ക് പ്രായമുള്ള ആളുകളുടെ റൂം എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഈ വീഴ്ച ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ വെറ്റ് ഫ്ലോറുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നനഞ്ഞ പ്രതലത്തിൽ അവർക്ക് നടക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അതെപ്പോഴും പ്രത്യേകിച്ച് ഡയബറ്റീസ് ഒക്കെ വന്ന ആളുകളാണെങ്കിൽ, ഡയബറ്റിക് ന്യൂറോപ്പതി വന്നിട്ടുള്ള ആളുകൾ സെൻസേഷൻ ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഫുഡ് വൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് തരത്തിലുള്ള പാദരക്ഷകളാണ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പലപ്പോഴും ചെരുപ്പ് തടഞ്ഞു വീഴുന്ന കണ്ടീഷൻ ഉണ്ടാവാം. ചില വീടുകളിലാണെങ്കിൽ ചില പടി എന്നൊക്കെ പറയുന്നത് അത് തടഞ്ഞു വീഴാം.
പിന്നെ ഇത്തരത്തിൽ പ്രായമുള്ള ആളുകൾ പലപ്പോഴും അറ്റ്ലീസ്റ്റ് സ്റ്റിക്കോ വാക്കറോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വളരെ നല്ലത്. പലപ്പോഴും നമ്മളെ ഒപ്പിൽ വരുന്ന പേഷ്യൻസ് പറയാറുണ്ട് Stick ഉപയോഗിക്കുന്നവർക്ക് മടിയാണ്. മടിയാണ്. അത് കാരണം അവർ ചുമര പിടിച്ച് നടക്കും. പലപ്പോഴും ചുമര പിടിച്ച് രാവിലെ എണീക്കുന്ന സമയത്ത് അവര് സ്വിച്ച് ഇടാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ അപ്പോഴാണ് വീഴുന്നത്. ഏഴ് മോർണിംഗിലാണ് പലപ്പോഴും വീഴുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം പോസ്റ്റൽ ഹൈപ്പർ ടെൻഷനാണ്. അതിന് പ്രിവെന്റ് ചെയ്യേണ്ടത് എണീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിൽക്കാൻ നടക്കാനും പാടില്ല. എണീറ്റതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇരുന്ന് അതിന് ശേഷം പതുക്കെ എണീക്കാൻ പാടുള്ളൂ. എന്നിട്ട് നടന്ന് ബാത്റൂമിലേക്ക് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ബെഡ്റൂമിൽ സാർ നമുക്ക് കുറെ മാറ്റങ്ങൾ പ്രോപ്പർ ലൈറ്റിംഗ് ഒരു ഇമ്പോർട്ടന്റ് കൂടുതൽ ആളുകൾ പറയുന്നത് കാര്യമാണ്. എണീക്കുമ്പോൾ അതായത് മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് കട്ടെന്ന് എണീക്കുമ്പോൾ നിലത്ത് പോകുന്നു. ആ സാഹചര്യമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബെഡ്റൂം സജ്ജീകരിക്കുകയാണെങ്കിൽ ആ പ്രായമുള്ളവർ എവിടെയാണ് കിടക്കുന്നത് അതിനടുത്ത് അവർക്ക് ലൈറ്റ് ഓൺ ആക്കാനുള്ള ലൈറ്റ് ഓൺ ആക്കാനുള്ള സൗകര്യം പ്രൊവൈഡ് കൊടുക്കുന്നു. പിന്നെ മറ്റാണെങ്കിൽ ഒരു ബെഡിന് ഒരു ഹാൻഡിൽ വെക്കാൻ ഹാൻഡിൽ വെക്കണം. പിന്നെ അപ്പോൾ അവരുടെ ലൈറ്റ് ഓൺ ആക്കിയതിനു ശേഷം മാത്രം എഴുന്നേൽക്കാൻ പറയാം. പല ആളുകൾ ലൈറ്റ് ഓൺ ആക്കാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. അത് ഒഴിവാക്കണം. പിന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതായത് നടക്കാൻ കുറച്ചുകൂടി വളരെ പ്രയാസമുള്ള ആരെങ്കിലും സഹായത്തോടെ നടക്കുന്ന ആളുകളാണെങ്കിൽ അവർ നടത്തുവാണെങ്കിൽ നമുക്കൊരു ബെല്ലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരത് മറ്റുള്ളവരെ അറിയുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പിന്നെ നടക്കുന്ന വഴികളിൽ സൈഡ് റെയിൽസ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിടിച്ച് നടക്കാൻ. അതുപോലെ വാഷ്റൂമിലാണെങ്കിലും ഒരു ഹാൻഡിൽ വെക്കുന്നത് വളരെ. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോഴും ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതാണ് അധികം ആളുകൾ. അതവർക്ക് ശീലമായതുകൊണ്ട് പ്രത്യേകിച്ചും ഈ കാൽമുട്ട് തേയ്മാനമുള്ള പ്രായം ചെന്ന ആളുകൾ ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ വീഴ്ചയ്ക്കും തേയ്മാനം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള ആളുകൾ അത് യൂറോപ്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും അധികമാണ്. വീഴ്ചയുടെ കാരണം പറയുമ്പോൾ തന്നെ അതിന്റെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസിന്റെ കാര്യം കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം. അപ്പം ആളുകൾ വീഴ്ച ബോണിന്റെ ഡെൻസിറ്റി കുറയുന്നതുകൊണ്ടാണ് വീഴുന്നത്. അപ്പോൾ ആളുടെ ഒരു ബോൺ മിനറൽ ഡെൻസിറ്റി നമ്മളത് കീപ്പ് ചെയ്ത് ഹൈ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആളുടെ വീണ് കഴിഞ്ഞാലും എല്ല് പൊട്ടാത്ത രീതിയിലുള്ള ഒരു വീഴ്ചയിലേക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി സാറിന് എന്താണ് അഭിപ്രായം? ഈ ബോൺ ഡെൻസിറ്റി നമുക്ക് കൂട്ടണമെങ്കിൽ ഡെയിലി വൈറ്റമിൻ ഡി ആവശ്യമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ സൺലൈറ്റ് വേണം. സൺലൈറ്റ് ഐദർ മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ സൺലൈറ്റ് അവർ അത്തരത്തിലുള്ള, അപ്പോൾ അവരെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം. അവർക്ക് വെയിൽ ഡയറക്റ്റ് സ്കിന്നിലേക്ക് തട്ടാൻ പറ്റുന്ന രീതിയിൽ അവർ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. വീടിനകത്ത് മാത്രമല്ലാതെ കുറച്ച് പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് വൈറ്റമിൻ ഡി അവർക്ക് കിട്ടിയാൽ മാത്രമേ ബോൺ ഡെൻസിറ്റി കൂട്ടാൻ കഴിയൂ. അതോട് ഒപ്പം തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം. ഇനി അത് കിട്ടാത്ത ആളുകളാണെങ്കിൽ മാത്രം കാൽഷ്യം ടാബ്ലറ്റ് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ അവരുടെ റെഗുലറായിട്ടൊരു വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് വളരെ അധികമായിരിക്കും. പലപ്പോഴും കണ്ടിട്ടുള്ളത് വൈറ്റമിൻ ഡി പല ആളുകളും ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരു ടോക്സിക്കിലേക്കും മാറാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും വൈറ്റമിൻ ഡി ടോക്സിറ്റി അസസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊരു ട്രെൻഡായി വന്നിട്ടുണ്ട്. ആൾക്കാർ പോലും ചെക്ക് ചെയ്യാതെ തന്നെ വൈറ്റമിൻ ഡി എടുക്കുന്ന പ്രവണതയാണ് ഇപ്പൊ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ വൈറ്റമിൻ ഡിയുടെ മാക്സിമം ഡോസ് എന്ന് പറയുന്നത് ലെവൽ എന്ന് പറയുന്നത് 100 ആണ്. മോർ ദാൻ 100 എന്ന് പറയുമ്പോൾ ടോക്സിക് ലെവലിലേക്ക് പോകും. അപ്പോൾ അത് ക്ലിനിക്കലി അസസ് ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അതും വൈറ്റമിൻ ഡി എക്സസ് ആയാലും ബുദ്ധിമുട്ടാണ്. ഇതേപോലെ തന്നെ അവരുടെ ഇതിനൊക്കെ ബലം കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മസിൽസിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഈ പ്രായമുള്ള ആളുകൾ എപ്പോഴും വ്യായാമം, അതായത് കഠിനമായ വ്യായാമങ്ങളല്ല, അല്ലാതെ കിടക്കുന്ന ആളാണെങ്കിൽ പോലും
കെയർ ടേക്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മക്കളായിക്കോട്ടെ അവരവരുടെ ഓരോ സന്ധികളും ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ കുറച്ച് നടക്കാൻ സഹായം പറ്റുന്നവരൊക്കെ ആണെങ്കിൽ സൂപ്പർവിഷനിലോ അല്ലെങ്കിൽ ഒരാളുടെ കൂടെ നടക്കാനും ചെറിയ രീതിയിലുള്ള അപ്പർ ലിബ് എക്സസൈസ് അല്ലെങ്കിൽ ചെറുങ്ങനെ കാലിന് മുട്ടിന് ബുദ്ധിമുട്ടുള്ള മുട്ടിൻ്റെ എക്സസൈസ്, നടുവിൻ്റെ എക്സസൈസ്, അങ്ങനത്തെ എക്സസൈസ് ചെയ്യുന്നതോറും മസിലിന് ബലം വെക്കുന്നതോറും അത് എല്ലിനും ബലം കൂടുന്ന ഒരു കാര്യമാണ്. അതിൽ നമ്മൾ അവരെ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. പ്രധാനമായും പ്രായമായ ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് വീഴ്ചയായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. കൂടുതലായിട്ട് വീണ് പോവുക. പിന്നെ രണ്ടാമതായിട്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ ഡിഫോമിറ്റീസ്, മുട്ടിൽ തേയ്മാനം സംഭവിച്ചിട്ട് അല്ലെങ്കിൽ എല്ലിൽ വളവ് സംഭവിച്ചിട്ട് ആളുകളിൽ ഡിഫോമിറ്റീസ് ഫോം ചെയ്യാം. അത് കാരണം ആളുകൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അടുത്തതായിട്ട് നമുക്ക് ഈ പ്രായമുള്ള ആളുകൾക്ക് വീഴ്ചകളൊക്കെ സംഭവിക്കുകയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഴ്ചകൾ പറ്റുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് എവിടെയാണ് പരിക്ക് പറ്റുന്നത്? ഇപ്പോൾ ഒരു പ്രായമുള്ള ആളുകൾ വീണാൽ ഏതൊക്കെ ഭാഗങ്ങളിൽ പരിക്ക് പറ്റാം? ഫ്രാക്ചേഴ്സ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പ്രായമുള്ള ആളുകൾക്ക് അപ്പർ ലിബിൽ, കയ്യിലാണെങ്കിൽ ഈ ഭാഗത്താണ്, അതായത് റിസ്റ്റിന്റെ അറ്റത്താണ് കൂടുതലായിട്ട് പൊട്ടുന്നത്. കോളീസ് ഫ്രാക്ചർ എന്ന് പറയും. അത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. പിന്നെ അടുത്തതായിട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഹിപ്പ് ഫ്രാക്ചേഴ്സ്. ഈ ഹിപ്പ് ഫ്രാക്ചേഴ്സ് വരുമ്പോഴാണ് പലപ്പോഴും പ്രായമുള്ള ആളുകൾ ബെഡിനായി പോകുന്നത്. ഇത്തരത്തിലുള്ള രോഗികൾ ആസ് ഏർലി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവരെ ബാക്ക് ടു ലൈഫ് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവരെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് അവര് ബെഡിനാവും. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവര് സ്ഥിതിയിലേക്ക് വന്ന് അവര് ബെഡ് സോറായി, അങ്ങനെ ഒരുപാട് ന്യൂമോണിയ വന്ന്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവര് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ അവര് അനുഭവിക്കേണ്ടി വരും. ബെഡ്റൂമായി കിടക്കുന്നതോട് കൂടി അവർ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ കുറയുന്നു. അതായത് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, വയറ്റിൽ പോകാൻ ബുദ്ധിമുട്ട്, ഇതെല്ലാം ആലോചിച്ച് അവർ ഫുഡ് ഇൻടേക്ക് കുറയ്ക്കും. പിന്നെ ന്യൂട്രീഷൻ സ്റ്റാറ്റസും കുറയും. ഹൈപ്പോനെട്രീമിയ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് ആള് ഒരു 2 വീക്സിനകത്ത് ആള് ഒരു പ്രോഗ്നോസ് ബാഡായിട്ട് വരുന്ന രീതിയാണ് ഇപ്പോൾ യൂഷ്വലി കണ്ടുവരുന്നത്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആസ് ഏർലി ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പൊ ഏജ് ഒരു ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. ഏജ് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം അത് ഏത് രീതിയിൽ നമുക്ക് സർജറി വേണം, അതല്ലാതെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ടത്. ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഒരുപാട് അനസ്തേഷ്യയുടെ കാര്യത്തിലാണെങ്കിലും സർജറിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ പണ്ടത്തെ പോലെ തന്നെ ആളുകൾ ഇപ്പോഴും പേടിക്കുന്നത് കോംപ്ലിക്കേഷനാണ്. അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ജനറൽ അനസ്തീഷ്യ ആവശ്യമില്ല. സ്പൈനൽ അനസ്തീഷ്യ അത് തന്നെ വളരെ മിനിമൽ അനസ്തീഷ്യ കൊടുക്കും. അൾട്രാസൗണ്ട് ഗൈഡ് ചെയ്തിട്ടുള്ള അനസ്തീഷ്യ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻ റേറ്റ് വളരെ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സർജറിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് യൂഷ്വലി ഇതിലേക്ക് എടുക്കുന്ന വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നെക്സ്റ്റ് ഡേ പലപ്പോഴും എടുപ്പ് മാറ്റി വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ പേഷ്യന്റിനെ കഴിയുന്നതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ ബാക്ക് ടു ലൈഫ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രായം അതൊരു ഫാക്ടറായി കാണുന്നില്ല. കാരണം ഇപ്പം നമ്മള് 101 വയസ്സുള്ള കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തിട്ട് 100+ അപ്പൊ അവരിപ്പം സുഖമായിട്ട് നടക്കുന്നു. അതേപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു ചെറിയ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അവരെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാഡർ സ്പ്രിന്റോ എന്തെങ്കിലും വെച്ച് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സ്വെല്ലിങ്, നീര് കുറയാതിരിക്കാനും വേദന കുറയാനും ഒക്കെ സഹായിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഹിപ്പ് ഫ്രാക്ചേഴ്സ് ആയിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത് പ്രായമുള്ള വീണ്ടുണ്ടാവാം. ചെറിയ പെയിൻ പറയും. പക്ഷെ പലപ്പോഴും വീട്ടിലെ ആളുകൾ അത്ര കാര്യമാക്കാതെ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമ്മുടെ കാഷ്വലിലേക്ക് വരാറുണ്ട്. അത് പലപ്പോഴും ഹിപ്പ് ഫ്രാക്ചേഴ്സ് ആയിരിക്കാം. അതല്ലെങ്കിൽ സ്പൈനൽ ഫ്രാക്ചർ വരുന്നുണ്ടാവും. സ്പൈൻ ഫ്രാക്ചർ പലപ്പോഴും വേദന എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് നടക്കാനൊക്കെ പറ്റും. നടക്കാൻ പറ്റുന്ന ഒരാളാകുമ്പോൾ അവര് എല്ല് പൊട്ടിയിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ കുറെ പേഷ്യൻസ് അങ്ങനെയാണ് വരുന്നത്. നമ്മൾ അവരെ വേദന എന്തെന്ന് മാത്രമേ പറയൂ. എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് നട്ടലിലെ പോലെയുള്ള സ്ഥലങ്ങളിൽ നട്ടലിൽ പൊട്ടിയതായിട്ട് കാണുന്നത്. അപ്പോൾ അതും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നട്ടലിന്റെ പൊട്ടലുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് താഴ്ഭാഗത്തേക്ക് തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്.
അത് നമുക്ക് ബെഡ് റെസ്റ്റിലൂടെയും മരുന്നുകളിലൂടെയും ബെൽറ്റ് ഇട്ട് കൊടുക്കാൻ പല കാര്യത്തിലൂടെ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചേഴ്സ്. അത് ബോണ്ട് കട്ടി കുറഞ്ഞിട്ടുണ്ടാവുന്ന ഫ്രാക്ചേഴ്സ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ തന്നെ വളരെ റയറായിട്ട് പത്തോളിക്കൽ ഫ്രാക്ചേഴ്സ് വരാം. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ട്യൂമറുകളോ ഒക്കെ അഫക്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാവാം. അതും എക്സ്റേ എടുത്ത് വേറെ പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് അത് കണ്ടുപിടിക്കാവുന്നതാണ്. അത് ഏർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരുപാട് അസുഖങ്ങളുണ്ടാകും. റിസ്ക് അങ്ങനത്തെ അസുഖങ്ങളുള്ള ആളുകൾക്ക് നമുക്ക് റിസ്ക് ഓഫ് ഫ്രാക്ചേഴ്സ് ഉണ്ട്, നമുക്ക് നേരത്തെ ഫിക്സ് ചെയ്യാം, പ്രൊഫൈലാക്റ്റിക് ഫിക്സേഷൻ ചെയ്യാം. അത് ഫ്രാക്ചേഴ്സിനെ പറ്റി പറഞ്ഞു ഡിസ്കസ് ചെയ്തു. അത് ഫ്രാക്ചേഴ്സ് കഴിഞ്ഞ് അടുത്തതായിട്ട് ഈ പ്രായമായ ആളുകൾ കണ്ടുവരുന്നതാണ് ഈ ജോയിന്റിലുള്ള തേയ്മാനങ്ങൾ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. പിന്നെ അതുപോലുള്ള അതോടുകൂടെ വരുന്ന വളവുകൾ. ഇതെല്ലാം അവരുടെ ആ പ്രായത്തിലുള്ള ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെയധികം ബാധിക്കുന്ന, വേദന തിന്ന് ജീവിക്കുന്ന ആളുകൾ, അവരുടെ നടക്കാൻ ബുദ്ധിമുട്ട്, ബാക്കിയുള്ള കാര്യം പുറത്താക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതല്ലേ? പല പ്രായമുള്ള ആളുകളും, പ്രായം എന്ന് പറഞ്ഞാൽ റോപ്പിൽ കണ്ടുവരുന്നുണ്ട്. ഈവൻ 50 വയസ്സായാൽ പോലും പല സ്ത്രീകളാണ് കൂടുതലും അത്തരത്തിലുള്ള തേയ്മാനങ്ങൾ നേരത്തെ കാണുന്നത്. ഒരു ബോൺ ഡെൻസിറ്റി കുറയുന്നതും ഒക്കെ ഒരു കാരണമാണ്. ചില കേസുകളിൽ ഫാമിലിയിലായിട്ട് വരാം, പാരമ്പര്യമായിട്ടും ഈ തേയ്മാനങ്ങൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള രോഗികളാണെങ്കിൽ ഈ തേയ്മാനം വന്ന് വളഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അതിന് ആസ് ഏർലി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. അവർക്ക് അത്തരത്തിലുള്ള ആളുകൾ നേരത്തെ മുട്ട് മാറ്റിവെക്കൽ അതുപോലെ പലതരത്തിലുള്ള സർജറികളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് ബാക്കിയുള്ള അസുഖങ്ങൾ വരാതെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സാധ്യതകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തേയ്മാനം നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പല ആളുകളും കാല് വളഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ നേരത്തെ ഒരു 50s വരികയാണെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം തേയ്മാനങ്ങൾ നമുക്ക് HTO എന്ന് പറഞ്ഞ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ മുട്ട് മാറ്റിവെക്കൽ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വളവ് നിർത്തിയിട്ട് മുട്ട് മാറ്റി വെക്കുന്ന സർജറി ഒഴിവാക്കാൻ പറ്റുന്ന സാധ്യതകൾ. ഇനി നല്ലോണം വളഞ്ഞ് എല്ലാ ഭാഗങ്ങളും തേയ്മാനം വരികയാണെങ്കിൽ റീപ്ലേസ്മെന്റ് ചെയ്തിട്ട് അവരെ 2ാം ദിവസം നടത്തിച്ച് അവരെ ഒരു വിത്തിൻ 6 weeks അവര് നോർമൽ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതൊരു വലിയൊരു സോഷ്യൽ സ്റ്റിഗ്മയാണ്. ഈ മുട്ട് മാറ്റി വെച്ചിട്ട് ആള് കിടപ്പിലായി പോയി എന്നുള്ളൊരു അതൊക്കെ ഇപ്പൊ കുറെ ബെറ്ററായി വരുന്നുണ്ട്. ആളുകൾ ഇപ്പൊ നമുക്ക് ലിവിങ് എക്സാമ്പിൾ ഇഷ്ടം പോലെ നമുക്ക് കാണിക്കാൻ പറ്റും. സർജറി കഴിയുന്ന പിറ്റേ ദിവസം തന്നെ നടത്തിയിരിക്കുന്ന ആളുകളെ വണ്ടി ഓടിക്കാനും പലപ്പോഴും നമ്മൾ സർജറി കഴിഞ്ഞാല് അവരെ കെയർ ടേക്കേഴ്സ് പലപ്പോഴും പ്രോപ്പറായിട്ട് കെയർ ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയൊക്കെ പേഷ്യന്റിനെ മൊബിലൈസ് ചെയ്യുന്ന കാര്യങ്ങള്, അതൊന്ന് ഡോക്ടർ ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. നമ്മളിപ്പോ സർജറി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം നടത്തിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ നടത്തിച്ചുകൊണ്ടാണ് അവരെ വീട്ടിലേക്ക് കാണിച്ചു കൊടുക്കുന്നത്. എങ്ങനെ നടത്തിക്കാം, പോക്കറൊക്കെ വെച്ചിട്ട് എങ്ങനെ നടത്തിക്കാൻ തന്നെ കാണിച്ചു കൊടുക്കും. മുട്ട് മാറ്റി വെച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ എടുപ്പ് മാറ്റി വെച്ചതായിക്കോട്ടെ, അവരൊക്കെ നമ്മൾ 2ാം ദിവസമാണ് നടത്തിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കാണിച്ചിട്ടാണ് വീട്ടിലേക്ക് വിടുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മൾ എങ്ങനെ വീട്ടിലേക്ക് വിടുന്നു അവർ അതേപോലെ തന്നെയാണ് തിരിച്ചു വരുന്നത്. അതിനൊരു വ്യത്യാസം വന്നിട്ടില്ല. സർജറിയുടെ ഭാഗം മാത്രമാണ് നമ്മുടെ ഭാഗത്തുള്ള ബാക്കി വീട്ടില് സർജറി കഴിഞ്ഞാല് രോഗീനെ വീട്ടിൽ നിന്ന് അവരെങ്ങനെ ശുശ്രൂഷിക്കുന്നു അതൊക്കെ അവരുടെ ഔട്ട്കത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പൊ മെയിനായിട്ട് നമ്മൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫിസിയോതെറാപ്പിയോടെ അതിൽ ആഡ് ചെയ്യാനുള്ളത്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ ചിലപ്പോൾ ബന്ധുക്കൾക്കൊക്കെ ചെയ്യാനൊരു പേടിയായിരുന്നു. ഇവിടെ നടക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ കിടത്താൻ പറ്റും എന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് അവർ പറയാറുണ്ട്. അങ്ങനെ സംശയമുണ്ടെങ്കിൽ അവർക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടെ നമ്മൾ ചെയ്ത ഭാഗങ്ങളും പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. ഇപ്പം മസിൽ നടക്കാതെ തന്നെ നമുക്ക് ബലം കൂട്ടാവുന്ന എക്സസൈസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് അവരെ മസിൽസിനൊക്കെ ബലം കപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാര്യം.
പിന്നെ അതേപോലെ തന്നെ കുറെ കാലം ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ബെഡിൽ കിടക്കുമ്പോൾ കുറെ കാലം കിടന്നിട്ട് പ്രഷർ കാരണം നമ്മളവിടെ കിടക്കുന്നതിന്റെ പ്രഷർ കാരണം തൊലി പൊട്ടിയിട്ട് ബെഡ് സോറുകളായിട്ട് വ്രണങ്ങളായിട്ട് കാണാറുണ്ട്. സാർ, അപ്പോൾ ഇത്രയും സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഇത്തരം സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ആദ്യമായിട്ട് അവരെ പ്രോപ്പറായിട്ട് ടീച്ച് ചെയ്യിപ്പിക്കാം, ഗൈഡ് ചെയ്യുക. ഒരു സർജറി ചെയ്തതിനു ശേഷം എങ്ങനെ ആ പേഷ്യന്റിനെ എണീറ്റ് ഇരുത്തിക്കാം, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അസിസ്റ്റൻസ് ഉണ്ടായാൽ വളരെ നല്ലത്. എങ്ങനെ എണീറ്റ് ഇരുത്തിക്കുക എന്നുള്ളതും പിന്നെ എത്ര ടൈം കൂടുന്ന സമയത്താണ് അവരെ ഇരുത്തിക്കുക, മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ കണ്ടുവരുന്നത് പ്രഷർ സോറ് ഹീലിലാണ്, പിന്നെ കാണുന്നത് ബട്ടക്സിലാണ്. പേഷ്യൻസ് ഒരുപാട് സമയം കിടന്ന് പല ആളുകളും കിടക്കില്ല, സുഖമായിട്ട് കിടക്കില്ല എന്ന് വിചാരിക്കുക. ബട്ടക്സ് ആരും അത്ര കെയർ ചെയ്യില്ല. ഹീല് പലപ്പോഴും കെയർ ചെയ്യാറ് കാണാൻ പറ്റുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഹീല് പലപ്പോഴും പെട്ടെന്ന് തന്നെ അവർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ബെഡ് സോറ് സാക്രൽ ഏരിയയിൽ ബട്ടക്സിൽ വരുന്നത് പലപ്പോഴും മിസ്സാവും. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് കാണാറുള്ളൂ. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 6 മണിക്കൂർ കൂടുന്ന സമയത്ത് അവരെ ചെരിച്ച് കിടത്തി കൊടുക്കുക. അതേപോലെ ഹീലാണെങ്കിൽ ഹീല് ഫ്ലോറിൽ, അത് ബെഡിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഒരു ചെറിയ പില്ലോ എന്തെങ്കിലും വെച്ച്, സോഫ്റ്റ് പില്ലോ വെച്ച് കഴിഞ്ഞാൽ ഹീലുള്ള മുറികൾ ഒഴിവാക്കാൻ കഴിയും. സാർ, ഈ എയർബഡ് യൂസ് ചെയ്യുന്നതിനെ പറ്റി സാറിന് അഭിപ്രായം, ബെഡ് സോർ തടയാനായിട്ട്? എയർബഡ് പേഷ്യന്റ് തീരെ മൊബിലൈസ് ചെയ്യാൻ പറ്റാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ എയർബഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതർവൈസ് എയർബഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എയർബഡ് കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ എയർബഡ് പറയുകയാണെങ്കിൽ എയർബഡ് പല ക്വാളിറ്റിയിലുള്ള എയർബഡുകൾ കിട്ടാനുണ്ട്. ഇപ്പോൾ വേവ് ഫോമിലൊക്കെ എയർ വരുന്ന രീതിയിലുള്ള എയർബഡുകൾ കിട്ടണം. അത് യൂഷ്വലി ഉപയോഗിക്കുന്നതൊക്കെ സ്ട്രോക്ക് പേഷ്യൻസ്, ഒരുപാട് നാൾ കിടക്കുന്ന പേഷ്യൻസിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഫ്രാക്ചേഴ്സ് വന്ന പേഷ്യൻസിനൊന്നും യൂഷ്വലി എയർബഡിന്റെ ആവശ്യമില്ല. നമ്മുടെ മൊബിലൈസേഷനാണ്. ഇപ്പൊ ഒരുപാട് നാളുകൾ അനങ്ങാൻ പറ്റാത്ത രോഗികൾക്ക് മാത്രമാണ് എയർബഡിന്റെ ആവശ്യമുള്ളൂ. സർജറി ചെയ്ത പേഷ്യൻസിനൊന്നും എയർബഡിന്റെ ആവശ്യമില്ല. കാരണം എയർബഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് തിരിയാനോ എണീറ്റിരിക്കാനോ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള പേഷ്യൻസിനൊന്നും എയർബഡ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് വളരെ നല്ലത്. എയർബഡ് യൂസ് ചെയ്യുന്നത് ക്രോണിക് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് മാത്രമാണ് എയർബഡ് യൂസ് ചെയ്യുന്നത്. സ്ട്രോക്ക് പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രായമുള്ള ആളുകളെ എങ്ങനെ നമുക്ക് പരിചരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി നമുക്ക് ഒരു ഹെൽത്തി ഏജിങ് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡോക്ടറുടെ വിഷനിൽ നമുക്ക് എന്തൊക്കെ തരത്തിലാണ് നമുക്കൊരു ഹെൽത്തി ഏജിങ്, നമ്മളെല്ലാവരും പ്രായമാവും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് മുൻകൂട്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്തിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഡോക്ടറുടെ ഒരു വിഷയം എന്തൊക്കെയാണ്? പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്കത് ഏജിങ്ങിന് മുമ്പ് നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പ്രായമായതിന് മുമ്പേ, അതായത് 30-40s നമ്മൾ സ്റ്റാർട്ട് ചെയ്താലേ അതൊരു ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു റിസൾട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ ഒരു 30-40 ഏജിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മളിപ്പം മുന്നേ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നുള്ളത്. സാധാരണ ഒരു മിഡിൽ ഏജ് എന്നൊക്കെ പറയുന്നത് 40 വയസ്സിന് മുകളിലാണ്. 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഒരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. നേരെ മറിച്ച് നമ്മുടെ ഫാമിലി ഇപ്പം മാതാപിതാക്കൾക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ, ഷുഗർ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മക്കൾക്ക് അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത്തരം ആളുകൾ 40 വയസ്സാകുന്നതിന് മുന്നേ തന്നെ ഹെൽത്ത് ചെക്കപ്പ് വർഷത്തിലൊരിക്കലെങ്കിലും നടത്തണം. കാരണം നമ്മളിപ്പോ വെറുതെ നമ്മളിപ്പോ ഒരു ടെസ്റ്റ് അധികം അളവ് ചെയ്യുന്നത് ലാബ് പോയിട്ട് ഷുഗർ നോക്കും, പ്രഷർ നോക്കും, അങ്ങനത്തെ കാര്യങ്ങളാണ്. പലപ്പോഴും പല ലാബുകളിലും പല അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യാറുണ്ട്. ഈ ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ച്, കാരണം ഒരാൾക്ക് വരുന്ന അസുഖങ്ങളായിരിക്കില്ല മറ്റാളുകൾക്ക് വരണമെന്നുണ്ട്. അത് അവരുടെ ജനിതകപരം അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ ഇതും വെച്ചിട്ടാണ് അവർക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ്. എപ്പോഴും നല്ലത് ഒരു ഡോക്ടറെ കണ്ടിട്ട് അവർക്ക് വരാൻ സാധ്യതയുള്ളതും അവർക്ക് അവരുടെ ശരീരം വെച്ചിട്ട് എന്തൊക്കെ അസുഖങ്ങൾ വരാമെന്ന് മനസ്സിലാക്കി അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് അവർ ചെയ്യേണ്ടത്. ബ്ലഡ് ടെസ്റ്റിനെ കൂടാതെ തന്നെ അവർക്ക് ഒരുപക്ഷെ അൾട്രാസൗണ്ട് എടുക്കേണ്ടി വരും, ECG എടുക്കേണ്ടി വരും, എക്സ്റേ, അതുപോലത്തെ
ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ അതിൻ്റെ കൂടെ തന്നെ വേണ്ടി വന്നേക്കാം. എപ്പോഴും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതാണ് വളരെ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഇതിൽ നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നപ്പോൾ വളരെ നന്നായിരിക്കും. അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ഡയബറ്റീസ് ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ക്രോണിക് ഡിസീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഒരു ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നന്നായി. കൂടാതെ നമ്മൾ ഡയറ്റിന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഏജിങ് കൂടുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള കാൽസ്യം, വൈറ്റമിൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. പിന്നെ ഒരു ഏജിങ് കൂടുന്നതോടും നമുക്ക് ചില മാനസികമായ അസുഖങ്ങൾ വരാം, ലോൺലിനെസ് വരാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആളുകളെല്ലാം പ്രായമായ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറാൻ പോവാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ലോൺലിനെസ് വരാം. ഇപ്പോഴേ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. കൂട്ടായ്മ ഉള്ളത് എപ്പോഴും വളരെ നല്ലതാണ്. നല്ലൊരു ആംബിയൻസിലുള്ള നല്ലൊരു കൂട്ടായ്മ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു പ്രായം ആവുന്ന സമയത്തേക്ക് നമുക്ക് ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ഹാപ്പി ഏജിങ് നമുക്ക് ശാരീരികമായിട്ടുള്ളൊരു പ്രധാനമാണ്, മാനസികമായിട്ടുള്ളൊരു അതിന് നമ്മള് പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പലപ്പോഴും എക്സസൈസ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഈ 40s കഴിഞ്ഞാൽ പല ആളുകളും എക്സസൈസ് കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അപ്പൊ അത് മാറ്റി ഈ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും എക്സസൈസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. മിനിമം ഒരു 20 to 30 മിനിറ്റ്സ് ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ്, ഫസ്റ്റ് വാക്കിങ്ങോ എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നത് വാക്കിംഗ് മാത്രം ഒരു എക്സസൈസ് ആയിട്ട് നമുക്ക് ഗണിക്കാൻ കഴിയില്ല. നമുക്ക് മസിൽ സ്ട്രെങ്ത്, ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള എക്സസൈസ് ഒക്കെയാണ് അതിന് കൂടുതലും ചെയ്യേണ്ടത്. നല്ലൊരു ജീവിതശൈലി, അതായത് കൃത്യസമയത്ത് ഉറങ്ങുന്നത്, അതേപോലെ തന്നെ കിടക്കുന്നത്, പിന്നെ സ്ട്രെസ് റിലീവർ, പലതരത്തിലുള്ള നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും. ആ സ്ട്രെസ് റിലീവ് ചെയ്യുന്നതൊക്കെ വയസ്സാകുന്നതോറും നമ്മൾ അനുഭവിക്കുന്ന മാനസിക വിഷമത്തിന് കുറവുണ്ടാകും. അപ്പോൾ സ്ട്രെസ് റിലീസിനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചെയ്യും, യോഗ ഉണ്ട്, മെഡിറ്റേഷൻസ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള നമ്മളെന്താണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് ആ കാര്യങ്ങൾ കണ്ടെത്തണം. പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പം കുറെ ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ മദ്യപാനം, പുകവലി, അല്ലെ മറ്റ് ലഹരി ഉപയോഗം, ഇതൊക്കെ നമ്മളെ കൂടുതൽ അസുഖങ്ങളിലാക്കി മാറ്റും. ഇത്ര വിഭവങ്ങളൊക്കെ കുറക്കുന്നതും ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നല്ലൊരു കൂട്ടായ്മ ഉണ്ടോന്നോടുകൂടി ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കി പോകുന്നൊരു ഒരു ബുദ്ധിമുട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പർ. പ്രായം തീരുമാനിക്കുന്നത് നമ്മുടെ ആരോഗ്യം, നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ്. അപ്പൊ എപ്പോഴും ചെറുപ്പമായിട്ട് ഇരിക്കാനുള്ള ഒരു മനസ്സും അതിനനുസരിച്ചുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.